ഹായ്, ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. ക്യാമറയിലോട്ടാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത് ഞാൻ എന്നെ തന്നെയാണ്. ഇതിലെവിടെയാണ് നോക്കേണ്ടത് എനിക്കുള്ള പിടുത്തമില്ല. ബട്ട് സോറി. അപ്പോൾ ഇന്നലെ പറഞ്ഞതിലോട്ട് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിടാം. ഞാൻ ആക്ച്വലി പണ്ട് തൊട്ടേ ഇങ്ങനെ എല്ലാം റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് തന്നെ ഗാലറിയിൽ വെക്കാറുണ്ട്. പക്ഷേ ഗാലറിക്ക് ഒരു പരിധിയില്ല സ്റ്റോറേജിൻ്റെ. അപ്പോൾ അത് ഞാൻ ബേസിക്കലി എടുക്കുക, ഇതിലിടുക, ഡിലീറ്റ് ചെയ്യുക, സിമ്പിൾ. ഓക്കെ. സോ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ഇപ്പോൾ സമയം 6:45 കഴിഞ്ഞ് 7 മണിയാവാൻ പോകുന്നു. മുഖമൊന്ന് കഴുകി, പല്ല് തേച്ച്, മുടിയൊന്ന് കെട്ടി, വേറെ ഡ്രസ്സ് ഇട്ടിട്ട് നടക്കാൻ പോകാം. ഭയങ്കര തണുപ്പാണ് പുറത്ത്, നാട്ടിലെ പോലല്ല. സോ അതുകൊണ്ട് 2 റൗണ്ട് നടക്കും, 1 റൗണ്ട് സ്റ്റെപ്പ് കയറും. 14 നിലയുണ്ട് ഇവിടെ, 14ാമത്തെ നില സ്റ്റെപ്പ് കയറും. ആ കിതപ്പ് മാറുന്നതായ പിന്നെ നമ്മൾ 2 റൗണ്ട് നടക്കും, പിന്നെ സ്റ്റെപ്പ് കയറും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം 2 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ നേരത്തെ ഞാൻ നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ തണുപ്പ് കയറാൻ എനിക്ക് പറ്റുന്നില്ല. കാര്യം മൂക്കിന് ഇങ്ങനെ ചോര പൊടിഞ്ഞു വരുന്നത് കൊണ്ട്. സോ അതുകൊണ്ട് ആദ്യം ഇങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യാം. 1 റൗണ്ട് സ്റ്റെയർ കയറുക, പിന്നെ നമുക്ക് ഇത് ചെയ്യാം, നടക്കാൻ പോവാം. ഓക്കെ. സോ യെസ്, ഞാൻ വെറുതെ എഴുന്നേറ്റതേ ഉള്ളൂ, സമയമില്ല നമുക്ക്. അപ്പോൾ പല്ല് തേച്ച് റെഡിയായി നമുക്ക് നടക്കാൻ പോയിട്ടില്ല. ഓക്കെ. ഹായ്. സോ അപ്പോൾ ഓൾ സെറ്റ്. ഡ്രസ്സ് മാറി, പല്ല് തേച്ചു, മുഖം കഴുകി, മുടി കെട്ടി, കുറച്ച് ലിപ് ബാം തേച്ചു. കാര്യം ഭയങ്കര തണുപ്പാണ്, വെടിച്ച് കീറാണ്ട് വാസലിൻ കുറച്ച് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നടക്കാൻ പോകും. സോ ഇന്ന് ഞാൻ അധികം സമയമൊന്നും നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അങ്ങോട്ട് പോകുന്നതന്നെ. ഓക്കെ. അധികം നേരമൊന്നും ഞാൻ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഞാൻ പറയാം, ഡിസംബറിൽ ലാസ്റ്റിൽ കുറച്ച് നാൾ ഈ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടിയതിന് ശേഷം ഞാൻ നടക്കാൻ പോയിട്ടില്ല. സോ ഇന്നൊരു റീസ്റ്റാർട്ട് പോലെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പണ്ടത്തെ 2 മണിക്കൂറൊന്നും പോയി നടക്കാൻ പറ്റത്തില്ല. ആൻഡ് ഓൾസോ നമുക്കിന്ന് വർക്കൗട്ടിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത് 9:30 ആണ്. സോ നമുക്ക് മിനിമം 30 മിനിറ്റ്സ് എങ്കിലും ചെയ്യണം. അതാണ് നമ്മുടെ ഇത്. അല്ല അത്ര ചെയ്യണമെന്ന് ഞാൻ വെക്കുന്നില്ല, ബട്ട് മിനിമം 30 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിന് മുകളിൽ എന്ത് ചെയ്താലും ബോണസ്. പക്ഷേ മോർ ദാൻ 1.5 അവർ ഞാൻ ചെയ്യില്ല. കാര്യം അതെനിക്ക് ഭയങ്കര കാലുവേദന ഉണ്ടാക്കും. കാര്യം ഒരു സാധനം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ അപ്പോൾ ഞാൻ നടന്ന് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് തിരിച്ച് വന്നിട്ട് കാണാം. ഓക്കെ. ഓൾ സെറ്റ്. ബൈ ബൈ. ട്രൈപ്പോഡ് ഇങ്ങനെ പിടിക്കുന്നു. ജസ്റ്റ് മിനിറ്റ്. ഇത് കണ്ടോ മധുരം തിന്നാൻ തുടങ്ങി. സാധനം വന്നു, മാറ്റണ്ടേ? കമ്മോണ്ടറ മഹേശ. നടന്നിട്ട് വന്നു. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഇന്ന് നടക്കാൻ. ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്ത് ഫിറ്റ്നസ് നോക്കാൻ വന്ന ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഈ നടക്കാൻ പോകുമ്പോൾ ഞാൻ സാധാരണ കാണുന്ന മുഖങ്ങളിൽ നിന്ന് പുതിയ കുറേ മുഖങ്ങൾ. ഞാൻ വിചാരിച്ചു മൈക്കിൾ ജാക്സണോട്ട് ഇങ്ങനെ ചരിഞ്ഞൊക്കെ പോകേണ്ടിയിരുന്നു, അത്രയും തിരക്ക്. പക്ഷെ വളരെ നല്ല കാര്യം, കൂടുതലും പ്രായമുള്ള ആൾക്കാരാണ്. ഞാൻ വിചാരിക്കും ദൈവമേ എന്ത് നല്ല കാര്യം. പക്ഷെ കൊള്ളാം കേട്ടോ. ഞാൻ എല്ലാ ന്യൂ ഇയറിനും ഇതുപോലെ റെസൊല്യൂഷൻ എടുക്കുന്ന ആളായിരുന്നു. പക്ഷേ ഒന്നും എനിക്കങ്ങോട്ട് ആരംഭശൂരത്തെ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ജനുവരി പാളിയിട്ട് പിന്നെ ഞാൻ ഈ വിൻ്റർ ആർക്ക് എന്ന് പറയുന്ന സോക്കൊണ്ട് ഒക്ടോബറിൽ ഞാൻ വീണ്ടും തുടങ്ങിയത്. ആൻഡ് സർപ്രൈസിംഗ്ലി അതെനിക്ക് വർക്കായി. ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതുകൊണ്ട് എനിക്കിപ്പം ജനുവരി 1 പുതിയൊരു റെസൊല്യൂഷൻ്റെ ആവശ്യം വന്നില്ല. വെള്ളം കുടിക്കണം. നമുക്കിനി 9:30 വർക്കൗട്ടുണ്ട്. ആ 1 അവർ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോട്ടീൻ പൗഡർ എടുക്കണം. പക്ഷെ അതുവരെ നമുക്ക് വെള്ളം കുടിക്കണം. ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് വെള്ളം കൂടിയൊക്കെ കുറവാണ്. എല്ലാം ട്രാക്കിലാക്കണം. എല്ലാം ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ആ പ്ലാൻ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് എൻ്റെ 250 ഡേയ്സ് മാത്രമേ ഉള്ളൂ, 250 ദിവസം മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെയും കൂടെ ഒരു ഭാഗമാണ് ഇതെല്ലാം ഒന്ന് കൂട്ടിക്കോളൂ. ഒന്ന് വിയർക്കുന്ന പോലും ഇല്ല ഈ തണുപ്പായതുകൊണ്ട്. അതായിരിക്കും ഞാനിപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞതല്ലേ, അത് സാരമില്ല.
നമുക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞാൻ വിചാരിക്കുന്ന ക്യാബ് ക്യാൻസൽ ചെയ്യാം, ഇന്ന് വർക്ക് ഫ്രം ഹോം ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഇന്ന് ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ച അല്ലേ, ഓഫീസിലെങ്ങും ആരും കാണത്തില്ല. നമ്മൾ പോയി, പിന്നെ എൻ്റെ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ 1:30 തൊട്ട് രാത്രി 10:30 വരെയാണ്. ആരുമില്ല, നമ്മളവിടെ 10:30 വരെ ഇരുന്ന് മുഷിയേണ്ടി വരും. പക്ഷെ ഇങ്ങനെ വിചാരിച്ച് നമ്മൾ ക്യാബ് ക്യാൻസൽ ചെയ്യും, എന്നിട്ട് ഇവിടുന്ന് ജോലി വരിക. അന്നേരം സർപ്രൈസ് വരും, മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റിക്കാർ ബ്ലും കറണ്ട് അങ്ങ് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പക്ഷേ ക്യാബ് ക്യാൻസൽ ചെയ്യുന്നത് നേരത്തെ ക്യാൻസൽ ചെയ്യണം, അല്ലെ അവർ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത്, ഓഫീസിൽ പോകണോ ഇവിടെ ഇരിക്കണോ? ഇവിടെ ഇരുന്നാൽ 2 റിസ്ക്. ഒന്ന് കറണ്ടിൻ്റെത്, പിന്നെ എൻ്റെ കയ്യിൽ ചെയറും ടേബിളും ഒന്നുമില്ല, മേശയും കസേരയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ കട്ടിലയിലിരുന്ന് വേണം ജോലി ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ വളഞ്ഞു കുത്തി ഇരിക്കേണ്ടി വരും. ഒരു ദിവസമല്ലേ, കുഴപ്പമില്ലെന്ന് വെക്കാം, ഇടയ്ക്കിടയ്ക്ക് എഴുതിയിട്ട് നടക്കാം. പക്ഷെ ഓഫീസിൽ പോകാൻ നല്ല മടി. പക്ഷെ കറണ്ട് പോയാൽ എന്ത് ചെയ്യും, ഞാൻ പെട്ടുപോകും. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അവിടെ ആരും കാണത്തില്ല. പക്ഷെ തീരുമാനം അങ്ങനെ എടുക്കാൻ പറ്റണില്ല. കാര്യം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വന്നു, എൻ്റെ സീനിയേഴ്സൊക്കെ അവിടെ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ അത് എളുപ്പം. ഒരു കോളിന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് വരുന്ന നാറികൾ ആരും ഇല്ല. അവരെല്ലാം ഹിന്ദിക്കാരറിയത്തില്ല. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിങ്ങിന് പോകാറുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കട്ടെ എന്നാണ് ഞാൻ. ഇന്നല്ല, നാളെ ശനിയാഴ്ചയല്ലേ, നാളെ പോകാം. അല്ലെങ്കിൽ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്യാം. ബ്ലിങ്കിറ്റിൽ സെപ്റ്റോയിൽ ഓർഡർ ചെയ്യാം, അവിടെ കുറച്ചുകൂടെ വിലക്കുറവാണ് സാധനങ്ങൾ. എന്തൊക്കെ വേണം, പിന്നെ ബഡ്ജറ്റ് എത്ര ഉണ്ട്, ബാക്കിയുള്ളതിനെ റെൻറ്റ് കൊടുക്കാനുള്ളത്, അതൊക്കെ ഒന്ന് തരംതിരിക്കണം. അതൊക്കെ ഒന്ന് തരംതിരിച്ച് 9:30 തൊട്ട് 10:30 വരെ 1 അവർ വർക്കൗട്ടും കഴിഞ്ഞ് ഞാൻ വരാം. ബൈ ബൈ. വർക്കൗട്ട് കഴിഞ്ഞ് ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോട്ടീൻ പൗഡർ എടുക്കണം. സോ ഒരു 200 ml വെള്ളം എടുക്കുക, എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ പ്രോട്ടീൻ പൗഡർ ഇടുക. ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, പ്രോട്ടീൻ പൗഡർ. ബിക്കോസ് എൻ്റെ ട്രെയിനറും പിന്നെ കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നതും പിന്നെ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഇത് ബെറ്ററാണ്. ആൻഡ് ഓഫ് കോഴ്സ് അമ്മ ന്യൂബി. ഓക്കെ, അപ്പോൾ 200 ml ആയിരിക്കും കേട്ടോ, അളവ് എനിക്കറിയത്തില്ല. എടുക്കുക, 1 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ ഇടുക, അത് വെക്കുക, ഇത് അടയ്ക്കുക, ഇതിൻ്റെ സ്പ്രിങ് വെക്കുക, മുണ്ടക്കിട്ട് മൂടി അടയ്ക്കുക, നന്നായിട്ട് ഇത് അടയ്ക്കുക. അല്ലെങ്കിൽ കുളിക്കുമ്പോൾ വെള്ളിക്കുക, നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഈ കൈ കൊണ്ട് ഷേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കൈ കൊണ്ട് നമ്മൾ പ്രോട്ടീൻ പൗഡർ അടച്ചു വെക്കണം ടൈറ്റായിട്ട്. ഓക്കെ, ഇതൊന്ന് താഴെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. ഷേക്ക് 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 ഷേക്ക്. കാര്യം ഞാൻ ആദ്യം വെള്ളം എടുത്തിട്ട് പിന്നെ അതിനകത്ത് പ്രോട്ടീൻ പൗഡർ ഇടുന്നു. കാര്യം അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ആകത്തില്ല, കട്ട പിടിച്ചിങ്ങനെ കിടക്കും. അതുകൊണ്ട് എത്രയും നന്നായിട്ട് ഷേക്ക് നമുക്ക് എത്രയും നന്നായിട്ട്. എംപ്റ്റി സ്റ്റമക്കിൽ വർക്കൗട്ട് കഴിഞ്ഞ് ഫസ്റ്റ് സാധനം. നല്ല രുചിയാണ്. ഇത്രയും പണിയെടുത്തിട്ട് കൂടാണല്ലോ തിന്നുന്നത്, അതുകൊണ്ട് പ്രത്യേകം രുചി കൂടും. നല്ല രുചിയാണ്, തെറ്റ് പറയാൻ പറ്റില്ല. എന്നിട്ട് ഈ സാധനം അപ്പം തന്നെ കഴുകി വെക്കണം. കാര്യം ഇതൊരു വീഗൻ പ്രൊഡക്റ്റാണ്, വീഗൻ പ്രൊഡക്റ്റ് അല്ല, ഒരു വെജിറ്റേറിയൻ സാധനം. അപ്പോൾ ഇത് കഴുകാതെ വെച്ചിരുന്നത് നാറും. സോ
അതൊരു ഹൈജീനിക്കിൻ്റെ കാര്യം കൂടാണ്. നമ്മൾ പ്രോട്ടീൻ കുടിച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഷേക്കർ അപ്പോൾ തന്നെ കഴുകി വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കഴുകി വെച്ചിട്ട് വരാം. അപ്പോൾ പ്രോട്ടീൻ ഷേക്കർ കഴുകി വെച്ചു. എന്നിട്ട് നമ്മുടെ ഈ വിയർപ്പൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇനി പോയി കുളിക്കാൻ പറ്റത്തുള്ളൂ. സോ മീൻ വൈൽ വിയർപ്പാറുന്ന സമയം കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സെറ്റാക്കാം. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഈ പ്രോട്ടീൻ പൗഡർ എടുത്തതിന് ശേഷം ഞാൻ 2 പുഴുങ്ങിയ മുട്ട, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, കുറച്ച് കുക്കുമ്പർ, കുറച്ച് ബ്രോക്കലി. പക്ഷേ ഇതെല്ലാം കൂടി ഇപ്പോൾ ഇന്ന് എനിക്ക് തിന്നാൻ വയ്യ, ഇങ്ങനല്ല, അതുകൊണ്ട്. പക്ഷേ ഇതെല്ലാം തിന്നേണ്ട സാധനം. അപ്പോൾ ഞാൻ എൻ്റെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കൂടെ ആയിരിക്കും ഇന്ന് കൂടുതൽ പച്ചക്കറികൾ കഴിക്കുന്നത്. സോ ഇന്നിപ്പോൾ രാവിലെ ഇതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മൾ ആദ്യം എന്താ കഴിക്കുക, 2 മുട്ട പുഴുങ്ങിയത്, അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റൊക്കെ ഞാൻ ഓൾറെഡി മീൽ പ്രപ്പ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, കാണിച്ചില്ല. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ നിൽക്കുമായിട്ട് മാത്രം ഇത് കേട്ടോ, കണ്ടോ? അപ്പോൾ മുട്ട പുഴുങ്ങാനിടണം. മുട്ട പുഴുങ്ങാനിട്ടിട്ട് വിയർപ്പൊന്ന് കൂൾ ഡൗൺ ആവുന്നവരെ അവിടെ പോയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷനപ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം ഞാൻ കാണാം. ഹായ്, ഞാൻ പിന്നെ വന്നു, കുളിച്ചു, എല്ലാം സെറ്റായി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുത്തിരിക്കുന്നത് 2 പുഴുങ്ങിയ മുട്ട, കുറച്ച് ബോയിൽ ചെയ്ത ക്യാരറ്റ്. ഇവിടെ നോക്കി പറയണോ? എന്നാൽ ഇവിടെ നോക്കിയും പറയാൻ എനിക്കൊരു കുഴപ്പമില്ല. 2 പുഴുങ്ങിയ മുട്ട, കുറച്ച് ക്യാരറ്റ്. ഓക്കെ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് കഴിക്കട്ടെ. ആദ്യം ഞാൻ ക്യാരറ്റ് കഴിക്കും. ക്യാരറ്റ് കഴിക്കാൻ എനിക്ക് ഇച്ചിരി പച്ചക്കറി പൊതുവേ കഴിക്കാൻ നമുക്കൊക്കെ ഒരു മടിയുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പഴയ സിനിമ കണ്ടുകൊണ്ട് ഓക്കെ, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, ആ സിനിമ കണ്ടുകൊണ്ട് ഞാൻ ഈ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, പക്ഷെ അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, ഞാനത് കഴിച്ചിട്ട് വരാം. ഓക്കെ, യെസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ജോലി ചെയ്യണം. കുഴിയൊക്കെ പോണം. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ മിണ്ടായിരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു നമ്മൾ. ഇനി നമ്മൾ എപ്പോഴും വെള്ളം കുടിച്ചോണ്ടിരിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് തന്താനിന്നാനേ താനിന്നാനേ താനേ നാനേന 2 ഐറ്റം കൂട്ടി മുട്ടിക്കണ്ടേ. ജോലിയുണ്ട്. സോ ഞാൻ ക്യാബ് ക്യാൻസൽ ചെയ്തു. ഇന്ന് വർക്ക് ഫ്രം ഹോം എടുത്തു. ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടിക്ക് സമയമായിട്ടില്ല, എന്നാൽ പോലും ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ ഡ്യൂട്ടിയുടെ സമയമാവും. പക്ഷെ നമുക്കിപ്പോഴേ ലോഗിൻ ചെയ്യാം, കാര്യം ഇടയ്ക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. സോ അതുകൊണ്ട് കുറച്ച് നേരത്തെ ലോഗിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് യെസ്, ജോലി ചെയ്യാൻ പോവാണ്. ഇനി 8 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇടയ്ക്ക് എന്തെങ്കിലും നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ഹായ്, ഞാൻ പിന്നെ വന്നു. അപ്പോൾ ഇപ്പോൾ സമയം 2 മണിയായി. നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ച് ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. സോ ലഞ്ച് കഴിക്കാം. കണ്ണിന് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ഫോർ എ സേഫ്റ്റി മെഷർ കണ്ണാടി വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ഞാൻ ലഞ്ചിന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കുറച്ച് കുക്കുംബറുണ്ട്, ഉപ്പിട്ടത്. ബ്രോക്കലി ബോയിൽ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല, സോ എടുത്തില്ല. സോ കുറച്ച് കുക്കുംബറുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ്, ഇങ്ങനെ ബട്ടർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി ഫ്ലെക്സ്, ഒറിഗാനോ, ഉപ്പ്, കുരുമുളക്, ഇത്രയിട്ട് സോട്ട് ചെയ്ത് കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് 2 കൂടെ ആയിരിക്കും കഴിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത് കഴിക്കുന്നതിന് മുമ്പ് ആദ്യം ട്രെയിനറിന് ഫോട്ടോ എടുത്തേക്കണം, അത് അയച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ട്രെയിനറിന് ഫോട്ടോ അയച്ചു ചേർത്തു. ഇനി നമുക്കിത് കഴിക്കാം. കഴിക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു സിനിമ കാണുന്നത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനത് കാണും. നിങ്ങൾ ഞാൻ കഴിക്കുന്നത് കാണും. ഇത് ഓഫ് ചെയ്തിട്ട് വേണമല്ലോ ടൈം ലാപ്സ് ഓൺ ആക്കാനല്ലേ? എന്നാൽ അങ്ങനെ ചെയ്യാം.
ഇത്രയും നേരം ഷൂട്ട് ചെയ്തത് വന്നിട്ടുണ്ടോ ഇല്ല എനിക്കറിയത്തില്ല. ടൈം ലാപ്സിലിട്ടു. എന്നിട്ട് ഞാൻ കഴിക്കാനിരുന്നു, നോക്കിയില്ല. വാട്ടെവർ, എല്ലാം കഴിച്ചിട്ടുണ്ട്. കുറച്ചരി കൂടുതലായിരുന്നു. ഞാൻ വളരെ പെതുക്കെ വെള്ളം കുടിക്കുന്നവരാ. ഇങ്ങനെ ഗളന്ന് വെള്ളം കുടിക്കുന്നവരെ കാണുമ്പോൾ ഞാനിങ്ങനെ അതിശയത്തോട് നോക്കും, എൻ്റെ മോനെ ഇതെങ്ങനെയെന്ന്. എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഓരോ കവള് വായിലെടുത്ത് കുറച്ച് നേരം വെച്ചിട്ടേ ഇറക്കാൻ പറ്റത്തുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കുടിക്കാൻ പറ്റും. അതായത് നല്ല ദാഹിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ അതും വാ മുട്ടിച്ച്, അല്ലാതെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് എനിക്ക് ഒരു കവള് കുടിക്കാൻ നിർത്താൻ പറ്റുള്ളൂ. അത് അങ്ങനെ കുടിക്കുന്നവർക്ക് എങ്ങനെ ദാഹം മാറുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു ഫീൽ അറിയാതെ നേരെ ആമാശയത്തിലോട്ട് ഒഴിക്കുകയല്ലേ. ഓക്കെ, അപ്പോൾ പാത്രം അടുക്കളയിൽ കൊണ്ടുവെക്കുന്നു, 5 മിനിറ്റ് നടക്കുന്നു, എന്നിട്ട് ബാക്ക് ടു വർക്ക്. ഓക്കെ, ബൈ ബൈ. എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരാ. എൻ്റെ തല പൊട്ടിത്തെറിയും. ഓഫീസിലെ ഓരോ കാര്യങ്ങളും അവിടുത്തെ ഓരോ ആൾക്കാരുടെ സ്വഭാവവും. ഇന്നത്തെ ഒരു ജോലി ചെയ്തിട്ടില്ല, ഈ ഇങ്ങനെയുള്ള ഓരോന്നിൻ്റെ പുറകെ നടക്കും. ആപ്പിൾ സ്നാക്ക്. നല്ല ദേഷ്യം വരുന്നു എനിക്ക്. ദേഷ്യം വരുന്നുണ്ടല്ല, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ ആവശ്യമുള്ള കാര്യങ്ങളാണോ, എന്തിന്? നിവർത്തി ഉണ്ടെങ്കിൽ വേറെ ആരുടെ കഥനം കേൾക്കാൻ പോകരുത്. അവർ തന്നെ ഹീലാവട്ടെന്ന് വെക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും കഥനത്തിന് ചെവി കൊടുത്താൽ യു ആർ ഡൺ. ഹായ്, ഞാൻ പിന്നെയും വന്നു. ജോലി കഴിഞ്ഞിട്ടില്ല, ജോലി 10:30 വരെ ഉണ്ട്. ഇപ്പോൾ സമയം 8:15. നമുക്ക് ഡിന്നർ കഴിക്കാം. ഒരു 3 മുട്ടയുടെ ഓംലേറ്റാണ് എടുത്തേക്കുന്നത്. കുറച്ച് കുക്കുംബർ ഞാൻ കുറച്ച് മുമ്പേ കഴിച്ചു, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നില്ല. നമുക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നും പോയി. ഓക്കെ, സോ അപ്പോൾ ഈ ഓംലേറ്റ് കഴിച്ച് ഇന്നത്തെ മീൽ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഉപ്പുണ്ടോ? കൊള്ളാം, കഴിച്ചിട്ട് തരാവേ. ഹായ്, ഇന്നത്തെ ഒരു ഫ്രൈഡേ കഴിഞ്ഞു. ഒരു ഫ്രൈഡേ മൂഡേ ഇല്ല. ഭയങ്കര ഒരു ഹെക്റ്റിക് ഡേ കഴിഞ്ഞ പോലൊരു ഫീല്. ഒരു വെള്ളിയാഴ്ചയുടെ ഒരു വൈബേ ഇല്ല. ഈ വർക്ക് ഫ്രം ഹോം ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ആരാംസെ ആയിരിക്കും. അല്ല, ഇപ്പോൾ സമയം എത്ര മണിയായി? 11:30 ആയിക്കണം. 11:30 ആയി. രാത്രി 11:30. 8 മണിക്കൂർ ഉറക്കം, മിനിമം 7 മണിക്കൂർ ഉറക്കമെങ്കിലും വേണമെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് കുളിച്ച് സെറ്റായിട്ട് കിടന്നുറങ്ങണം. ഓക്കെ, നാളെ സാറ്റർഡേ ആണ്. അപ്പം ഞാൻ ആദ്യം പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് നിങ്ങളെ കാണാം. സീരിയസ് ആയിട്ട് മുഖം ഇരിക്കുന്നുണ്ടോ? അത്ര സീരിയസ് ഒന്നും അല്ല ഞാൻ, പക്ഷെ എനിക്കിന്ന് ദേഷ്യം വന്ന് നിൽക്കുന്നു. എന്തായാലും പറയാം, എൻ്റെ ഒരു പോളിസി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് അവരിച്ചിരി സാഡായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരിച്ചിരി വിഷമിച്ചിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ടൊരു ചെവി കൊടുക്കുക എന്നുള്ളത്. കാര്യം അത് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ആരെങ്കിലും ഒക്കെ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ
ചില ആൾക്കാർക്ക് നമ്മൾ ഒരിക്കൽ ചെവി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ചെവി തിന്ന് തിന്ന് നമ്മുടെ തലയിൽ കയറുന്ന നേരങ്ങും. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർ കേൾക്കത്തുമില്ല. ജസ്റ്റ് ഒരു ലിസണിങ് ഇയർ ആണെങ്കിൽ പോലും നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണ്ടേ. നമുക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും. അതുകൊണ്ട് ആളും തരം നോക്കി ഈ ചെവി കൊടുക്കുക, അല്ലെങ്കിൽ അവർ തന്നെ ഹാൻഡിൽ ചെയ്യട്ടെ. ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പോകരുത്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. കുളി കഴിഞ്ഞു. ഇനി ഒന്ന് സ്കിൻ കെയർ, നൈറ്റ് കെയർ, സ്കിൻ കെയർ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എല്ലാം നമ്മളൊരു ലൈഫിൽ ഒരു ചിട്ട കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും മേ ബി. അപ്പോൾ എൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ സ്കിന്നിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കാമെന്ന് വെച്ചു. ഓക്കെ. അപ്പോൾ ഇപ്പം ഈ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ, എനിക്കിപ്പോഴാണ് മനസ്സിലായത് ദേഹം തേക്കുന്ന സോപ്പ് കൊണ്ട് ഒരിക്കലും മുഖം തേക്കരുതെന്ന്. പക്ഷെ പണ്ട് ഞാനും പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളാണ് പിന്നെ ഇതിലെവിടെ എഴുതി വെച്ചേക്കുന്നത് മുഖത്ത് തേക്കരുതെന്ന്. ആൻഡ് ഇപ്പോഴും ഞാൻ സോപ്പ് കുളിക്കാൻ നേരം മുഖത്ത് തേക്കുമെന്ന് ചോദിച്ചാൽ തേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തിനാ ഫേസ് വാഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു സുഖം, ഒരു രസം, അറ്റ്ലീസ്റ്റ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അതിൽ ഗുണമുണ്ടോ ഇല്ലോ എന്നുള്ളത് പിന്നീട് നമുക്ക് റിസൾട്ട് വരുമ്പോൾ നോക്കാം. പക്ഷെ ഇപ്പം എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഓക്കെ, ഐ എം ഡൂയിങ് സംതിങ് ടു മൈ സ്കിൻ, അങ്ങനെ ഒരു ഫീലിന് വേണ്ടിയിട്ട്. ഓ, തലയൊന്ന് മുട്ട അടിച്ചപ്പോൾ കല്ലുമഴ പെയ്യുന്നല്ലോ എന്ന് വിചാരിച്ച പോലെ ഒന്ന് യൂട്യൂബിൽ വീഡിയോ എടുക്കാന്ന് വെച്ചപ്പോൾ ഉമിനീര് വെക്ക് ചാവാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഇട്ടോട്ടെ. As you can see, simple. അതെ, പുതിയതാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് ഇത് പുതിയത് മേടിച്ചു അങ്ങനല്ല, ഞാൻ നേരത്തെ ഉപയോഗിക്കുമായിരുന്നു. അതായത് നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടത് ഇതായിരുന്നു, സെറ്റാഫില്ലായിരുന്നു. അപ്പം അത് തീർന്നത് കൊണ്ട് പുതിയത് മേടിക്കാതെ ഇങ്ങനെ കുറച്ചിങ്ങനെ നോക്കിയപ്പോൾ ഇപ്പം എല്ലാവരും ഇത് ഉപയോഗിക്കുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പിന് ഇത് ചേരുമെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊന്ന് തേക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇത് കഴിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അയച്ചു. അപ്പം അതിന് മുമ്പേ ആദ്യം ലെറ്റ് മീ ബി ബിറ്റ് ഫാൻസി. ഈ സാധനം ഇവിടെ വാങ്ങിച്ചിട്ട് കുറച്ചായി, പക്ഷെ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. സോ ഇതിപ്പോൾ ഇട്ടാൽ അപ്പം ശവത്തിൻ്റെ കൂട്ടിരിക്കത്തില്ലേ? തലയുടെ പുറകിലോട്ടൊക്കെ ഉണ്ടല്ലേ. അപ്പം ബാക്കിൽ നിന്നാണ് ഇട്ട് തുടങ്ങേണ്ടത്. പണ്ട് കാലത്ത് ബാൻഡൊക്കെ തലയിലിടുക, പക്ഷെ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഓക്കെ, ഗോട്ട് ഇട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഈ ചെവിയുടെ ഭാഗം കൊള്ളാം. അപ്പം അതിൻ്റെ ട്യൂട്ടോറിയലും ആയില്ലേ. രാത്രി 12 മണിയാവാൻ പോയപ്പോൾ കിടക്കായോട്ട്. ഓക്കെ. ശരി. അപ്പം ഈ മുടിയൊന്നും മുഖത്തോട്ട് വീഴത്തില്ല മുഖം കഴുകുന്നത്. പിന്നെ ബാക്കിലുള്ളത് 2 നാരല്ലേ ഉള്ളു, അതിങ്ങനെ കെട്ടി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് മുഖം കഴുകാം. സിമ്പിളായിട്ട് മുഖം കഴുകാം. ഫേസ് വാഷ്. ആക്ച്വലി സെറ്റാഫിൽ ഇങ്ങനെ പതയൊന്നും ഇല്ലായിരുന്നു. ഇതിന് കുറച്ചുകൂടെ പതയുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴക്കറയില്ലേ, വാഴക്കറ, മുരിങ്ങയുടെ കറ, അതുപോലൊരു ടെക്സ്ചർ. നമുക്ക് കൈ തന്നെ ഒരു കുഞ്ഞുങ്ങോന്ന് തോന്നുന്നൊരു ഫീലിംഗ്. നിങ്ങൾക്കൊന്നും ഞാൻ ഈ പൊട്ടെടുക്കുന്നില്ലെന്നില്ല, ഞാൻ ചത്താലും പൊട്ടെടുക്കുന്നില്ല. പൊട്ടെടുത്ത് കഴിഞ്ഞാൽ ഞാൻ മരണ വീട്ടിലിരിക്കുന്ന പോലെ എന്നെ കണ്ട. ഐ ആം ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. എനിക്ക് അതിനുള്ള ധൈര്യം വന്നിട്ടില്ല. ജീൻസും നല്ല മോഡേൺ ഔട്ട്ഫിറ്റ് ഇടുവാണല്ലോ, എനിക്ക് പൊട്ട് മാറ്റാൻ ഇതുവരെ ഉള്ള ധൈര്യം എനിക്ക് വന്നിട്ടില്ല. എൻഡ് ഓഫ് ദി ഡേ കണ്ണാടി നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തരണം, അതിലാണല്ലോ. അതിലായിരിക്കും. ഒന്ന് കഴുകി കളഞ്ഞിട്ട് വരാവേ. ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഉണ്ടോ? എനിക്ക് തോന്നുന്നതായിരിക്കും. കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞല്ലോ വാഴക്കറയുടെ കൂട്ടാണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ തേച്ചെടുത്തൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി കളയാനും കുറച്ചധികം വെള്ളം ചിലവാക്കണം. അതായത് കുറച്ച് ജെല്ലി ടെക്സ്ചർ ആയതുകൊണ്ട്. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് തലയിൽ ഈ സാധനമൊക്കെ ഇട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്,
തലയിൽ ഇടുന്നതിനൊക്കെ മുഖ്യമാണ് ഇതിലെ ഇവിടെ എന്തായാലും ഇടുന്നത്. കുളിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് ഉണങ്ങിയ ഡ്രസ്സ് ഇട്ടതുള്ളൂ, പക്ഷെ അത് നനഞ്ഞു. പക്ഷെ അത് ഞാൻ ഡയറി എഴുതുന്ന സമയം കൊണ്ടത് ഉണങ്ങിക്കോളും. ഓ പക്ഷെ എനിക്ക് എന്തോ ഒരു റിഫ്രഷ്മെന്റ് തോന്നുന്നു. ലൈറ്റിന്റെ ഇന്ന് ആദ്യത്തെ ദിവസം ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കില്ല, പിന്നെ എന്തെന്നാണ് ഞാൻ ഈ തള്ളുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഫേസ് വാഷ് കഴിഞ്ഞു. ഇനി ഇടേണ്ടത് ഇനി നമുക്കിത് മുയൽ വേണ്ടായിരുന്നു, നമുക്ക് വിടാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ടോണർ. എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കണം, അതിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ടോണർ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വണ്ടർ മൂച്ചി ടോണർ. അതാണ്. നിങ്ങൾ ചോദിക്കാൻ ഞങ്ങൾക്ക് എന്താ വേണമെന്ന്. ചുമ്മാ ഇങ്ങനൊക്കെ അല്ലേ ഇതിൻ്റെ ഒരു നടപടികൾ. ഈ വെടിവഴിപാട് ആകുമ്പോൾ വിളിച്ചു പറയാറാണോ എന്താ കീഴ്വഴക്കം എന്ന് പറയുന്ന പോലെ ഒരു യൂട്യൂബ് ചാനൽ ആകുമ്പോൾ അതിന് ഇങ്ങനൊക്കെ ആവണ്ടേ. എൻ്റെ ഒരു ആഗ്രഹം എന്താ പറയുക, ഇങ്ങനൊക്കെ ചെയ്ത് ഇതൊക്കെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറണം. അതായത് വർക്കൗട്ട് ചെയ്യുന്നതും ഈ സ്കിൻ കെയർ നോക്കുന്നതും 3 ലിറ്റർ വെള്ളം കുടിക്കുന്നതും ഒക്കെ അതൊരു ജോലിയായിട്ട്. ഇപ്പം അതെനിക്കൊരു ഡ്യൂട്ടി പോലെ അത് ചെയ്യണം ഇത് ചെയ്യണം, അത് മാറി ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ഇത് മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കേണ്ടതാണ്. അതായത് ഇപ്പം 14 ദിവസം 14 ദിവസത്തിൻ്റെ കണക്കൊന്നും പറയണ്ട, 14 ദിവസം നമ്മൾ എൻജോയ് ചെയ്താൽ പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആവുമെന്ന് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ഷുഗർ കട്ട്, പിന്നെ എൻ്റെ ഈ റൈസിൻ്റെ ചോറ് വാരി കഴിക്കുന്നതൊക്കെ എൻ്റെ കുറഞ്ഞിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ ഈ ഒരു റൊട്ടീൻ എനിക്ക് എപ്പോഴും അങ്ങോട്ട് ഇതായിട്ടില്ല. ഓക്കെ, അപ്പോൾ ടോണർ തേച്ചു, അതെല്ലാം തുടച്ചും കളഞ്ഞു കൈയും കൊണ്ട്. ഇനി നമ്മൾ തേക്കാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ആസിഡ് തേക്കണം. അങ്ങനെ ഞാൻ എൻ്റെ റിസർച്ചിൽ ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ആൻഡ് ഞാൻ ഇതിനു മുമ്പ് സ്നെയിൽ മ്യൂസിയം എന്ന് പറഞ്ഞ സാധനം തേക്കണം. അതെനിക്ക് നന്നായിട്ട് വർക്കാവുമായിരുന്നു. അതിൻ്റെ 2-3 കാലിക്കുപ്പി ഇവിടെ കിടപ്പുണ്ടായിരുന്നു, ഇപ്പം കിടപ്പില്ല, ഞാൻ വൃത്തിയാക്കി. പക്ഷേ ഭയങ്കര വില, പക്ഷെ ഗുണമുണ്ടായെന്ന് വെച്ചാൽ ഗുണമുണ്ട്. ഓ മൈ ഗോഡ്. അപ്പം ഇത് ഞാൻ ഇന്ന് മേടിച്ചതാണ്. ഇത് 10% വിറ്റാമിൻ സി ഫേസ് സെറം, ദ ഡെർമാക്കോ. ഈ സാധനം ഇതെൻ്റെ സ്കിന്നിനുള്ളതാണിത്. അതായത് എന്താ പറഞ്ഞേ അതായത് എൻ്റെ ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ അങ്ങനെ അല്ലാത്തതാണെന്നാണ് എൻ്റെ ഇത്. അതുകൊണ്ട് അങ്ങനെയുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിറ്റ് ഫാൻസി ഫോർ മീ. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും വയലറ്റ് കളറിലെ അകത്തിരിക്കുന്ന ഉജാല, പക്ഷെ അത് എടുത്തു കഴിയുമ്പോൾ വെള്ളയാണ് അതിനകത്തിരിക്കുന്ന ലിക്വിഡ്. ഗോയിങ് ടു ബി ബിറ്റ് ഫാൻസി. ഇവിടെ കണ്ണാടിയാണ്, ഞാൻ അങ്ങോട്ടാണ് നോക്കുന്നത്. നിങ്ങളെ നോക്കി ചെയ്താലുള്ള പ്രശ്നം എന്താ പറയുക, ഞാൻ ക്യാമറയിലോട്ട് ഇപ്പം നോക്കുന്നത്, എന്നെ എല്ലാം നോക്കുന്നത്. പിന്നെ അത് കണ്ണി കൊണ്ടൊഴിക്കും ഞാൻ, അതുകൊണ്ട് കണ്ണാടി തന്നെ നോക്കാം. അയ്യോ, ഇപ്പൊ കണ്ണി വീഴും മിക്കവാറും. അതുകൊണ്ട് ഒഴുകി പോന്നു. വെയിറ്റ് ചെയ്തൊന്ന് അടയ്ക്കുന്ന ഗ്യാപ്പ് അത് പോകല്ലേ. ഇതിപ്പോ ദോശക്കല്ല് പോലിരിക്കുന്ന എൻ്റെ മുഖത്ത് ഒന്ന് തൊടാൻ പോലും ഇല്ലല്ലോ. ഇതൊക്കെ മതിയായിരിക്കും. അതായത് ഇപ്പം എൻ്റെ വീട്ടിൽ റബ്ബർ ഷീറ്റ് ഉണ്ട്. അപ്പം അത്ര റബ്ബർ ഷീറ്റ് ഒഴിക്കാനായിട്ട് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് തോന്നുന്നു. അത് വെള്ളം ചേർത്ത് ഒരു ഇച്ചിരി ഒഴിച്ചാൽ പോരെ, അത് കട്ടിയായി റബ്ബർ ഷീറ്റ് ആകത്തില്ലേ എന്ന് പറഞ്ഞിട്ട് മുഖം വലുതെങ്കിലും ഒരു തുള്ളി മതിയായിരിക്കും. നോക്കാം. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്നതെല്ലാം നമ്മുടെ കഴുത്തേലും കൂടെ ചെയ്യണമെന്നാണ് പറയുന്നത്. ആദ്യം മുഖത്ത് ചെയ്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴുത്തേലോട്ട് പോകാം. തന്നെയല്ല പെട്ടെന്ന് തീരും അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ. പിന്നെ ഇവിടെ നിന്നൊക്കെ ഇരിക്കുന്ന ഇച്ചിരി ഇങ്ങോട്ടൊക്കെ തേക്കാം. അടുത്ത എന്താന്ന് പറയുമ്പോ അടുത്തത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഞാൻ മിനിമലിസ്റ്റിന്റെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മിനിമലിസ്റ്റിന്റെ
പ്രത്യേകിച്ച് അതിനൊരു വികാരമൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അതായത് അത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീൽ വരുന്നില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഒരെണ്ണം വാങ്ങി. ഡോക്ടർ ഷേഡ്സ് ക്രീമേഡ് ആൻഡ് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇതും എൻ്റെ കൂട്ടത്തെ സ്കിൻ ടൈപ്പിനുള്ളതാണ് എന്നാണ് എൻ്റെ റിസർച്ചിൽ ഞാൻ കണ്ടുപിടിച്ചത്. ഇത് കൊള്ളാം കേട്ടോ, കാണാൻ കുറച്ചുകൂടെ നല്ല രസമുണ്ട്. ഇതിൻ്റെ സ്റ്റിക്കറുകളൊക്കെ ഇട്ടില്ല. ഇതൊക്കെ ഞാൻ ഈ സെപ്റ്റോയിന്ന് ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് മേടിച്ചതാണ്. അത് ഇളകുന്നില്ല, അതവിടെ ഇരിക്കുന്നത് നരപ്പെട്ട പോലെ. ഓക്കെ, തുറക്കാൻ ഇച്ചിരി പാടാം. ഓക്കെ, സോ ഇനി നമുക്ക് മോയ്സ്ചറൈസർ തേക്കാം. മോയ്സ്ചറൈസർ എടുക്കുന്നു, കയ്യിലിങ്ങനെ ആക്കുന്നു, മീൻസ് അത് ആക്ടിവേറ്റ് ആക്കുന്നു. ഓ, ഇതും വാഴക്കമാണ്. ഐ മീൻ ഇത് ഇച്ചിരി എടുത്തത് കൂടിപ്പോയി, അതുകൊണ്ട് കഴുത്തലൂടെ ഒക്കെ അങ്ങ് തേക്കാതെ വരെ നിവർത്തിയില്ല. പക്ഷെ ഇത് 4 ഊരി വെച്ചില്ല, ബാക്കിയുള്ള ഞാൻ കയ്യിൽ വെച്ച് തൽക്കാലം. ഇതിനായിരിക്കും സ്കിൻ മോയിസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അബ്സോർബ് ചെയ്യുമായിരിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി ഒരു യൂട്യൂബേഴ്സും പറയാത്ത കാര്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ തണുപ്പ് കാലത്ത് ആകെ ഉപയോഗപ്പെടുന്ന ഒരു സാധനം വാസ്ലിൻ. ചുണ്ടത്ത് അത് ഇച്ചിരി തേച്ചെടുക്കും. ഞാൻ കുറച്ച് മുഖത്തും ഒക്കെ തേക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ക്ലോക്ക് ചെയ്യുന്ന പോലെ ഒത്തിരി അങ്ങ് വെക്കല്ല, പക്ഷെ കുറച്ചൊക്കെ കാര്യം. എനിക്ക് ഇവിടെയൊക്കെ സൺബേൺ ഉണ്ടായി ഒരു പ്രാവശ്യം, തൊലി ഉരിഞ്ഞു പോകുന്ന സിറ്റുവേഷൻ. അന്ന് ഭയങ്കര വേദനയും നീറ്റലുമായിരുന്നു. അന്ന് ഇതിന്റെ മറ്റേ ഇത് എന്താ ഇതിന്റെ പേര്, വാസ്ലിൻ നന്നായിട്ട് തേച്ച് രാത്രി കിടന്ന് ഉറങ്ങി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ സൺബേൺ ഒന്ന് മാറിയത്. ഓ, അങ്ങനെ ഓക്കെ. ഇതൊക്കെ സമയം പോകുന്ന പരിപാടിയാണ്, സ്കിൻ കെയർ ഒക്കെ. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റും ആണ്, അതുകൊണ്ട് നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി മുഖം കഴിഞ്ഞു, ഇനി മുടിയിലേക്ക് കിടക്കാം. കണ്ടോ, ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് അടിക്കാം. അയ്യേ, ശരി. നാട്ടിൽ നിന്ന് മാറിയതിന് ശേഷം മുട്ടയാവാൻ തുടങ്ങി. കുറച്ചെങ്കിലും തല വേണം. കാര്യം ഓൾറെഡി എനിക്ക് കുറച്ച് നീളവും വീതിയും ഉള്ളൊരു സമചതുരം ആയതുകൊണ്ട് കുറച്ച് മുടി ഉണ്ടായി ചേരും. പക്ഷെ ഈ പറയുന്ന ഞാൻ ബ്രൂസ്ലിയുടെ ഒട്ടും മുടി വെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ബ്രൂസ്ലി അല്ലല്ലോ, വേറെ ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ ഇവിടെ, ഇങ്ങനെ ഒരു ഇതൊക്കെ ഇട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും എൻ്റെ ആ ഹെയർ സ്റ്റൈലുള്ള സമയത്ത് അവൻ എപ്പോഴും എന്നെ ആ പേരിലായിരുന്നു വിളിക്കുന്നത്. പേര് ഞാൻ മറന്നു അയാളുടെ, അങ്ങോട്ട് ചോദിക്കും. ഓക്കെ, അതടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 2 മിനിറ്റെങ്കിലും നമുക്കിങ്ങനെ മസാജ് ചെയ്യണം. ഇപ്പം എത്ര മിനിറ്റായി? ഇപ്പം 9 മിനിറ്റും 40 സെക്കൻഡുമായി വീഡിയോ. നമുക്ക് 11ാമത്തെ മിനിറ്റ് വരെ ഞാൻ ചെയ്യാം. അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങൾ പറയേ. നടക്കാൻ പോകുന്നത് രാവിലെ നല്ല രസമാണ്. കാര്യം കുറേ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ നടക്കാൻ പോകുമ്പോൾ. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, ഞാൻ നടക്കാൻ പോകുമ്പോൾ കുറേ ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. അതായത് 2 കുട്ടികളെയും കൊണ്ട് രാവിലെ ഈ ഇതില്ലേ, എന്തായാലും പറയുന്നത്, ഈ കുട്ടികളെ വെച്ചുകൊണ്ട് നടക്കുന്ന സാധനം, അതേ വരുന്ന കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ദൈവമേ, അതിൽ 2 ഇരട്ട കുട്ടികളുണ്ട്, ആൺപിള്ളേർ, നല്ല ചുരുണ്ട മുടിയൊക്കെയുള്ള. അവന്മാർക്ക് 2 പേർക്കും ഒരു സ്ട്രോളറേ ഉള്ളൂ. അതിലൊരുത്തനിരിക്കും, ഒരുത്തൻ നിൽക്കും. ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പം തണുപ്പായിട്ട് തലയിൽ ഇങ്ങനെ മഫ്ലറൊക്കെ ഇട്ടാണ് വരുന്നത്.
നല്ല രസമാണ്. പോകുന്നവരും വരുന്നവരും എല്ലാം അവന് ഹായ് പറയും. അവനല്ല അവന്മാർക്ക് ഹായ് പറയും. നല്ല രസം അവരെ കാണാൻ. പിന്നെ വേറൊരു അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പൻ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. മീൻസ് ആ അപ്പൂപ്പൻ നല്ല വയറുണ്ട്. ഒരു വൈറ്റ് കളറിൽ നിക്കറൊക്കെ ഇട്ട്, നമ്മുടെ ഏതോ ഒരു സിനിമയിൽ ലാലിന്റെ ടീഷർട്ട് ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ചർച്ചയായില്ല, അതുപോലത്തെ നല്ല മഞ്ഞ കളർ ടീഷർട്ട് വിത്ത് മിക്കി മൗസ്, നല്ല ചുമന്ന കളറിലെ ടീഷർട്ട് അങ്ങനെയൊക്കെ ഇട്ടുണ്ട് അപ്പൂപ്പന്. ആ അപ്പൂപ്പൻ ഇങ്ങനെ ഒരു നീളം കുറഞ്ഞ് നല്ല വയറൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. നടക്കാൻ വരും. നല്ല രസമാണ് കാണാൻ ആ അപ്പൂപ്പനെ. പിന്നെ വേറൊരു ആന്റി ഉണ്ടോ, ആ ആന്റിയുടെ എന്തോ ഞാൻ മൂട്ടിച്ച പോലെ. എനിക്ക് തോന്നുന്നു ആ ആന്റിയുടെ ചിലപ്പോൾ റെസ്റ്റിംഗ് ഫേസ് അതായിരിക്കും. അതായത് നടന്നു പോകുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കണം എന്നൊന്നും പറയത്തില്ല, പക്ഷെ നമ്മൾ മുഖത്തോട്ട് നോക്കുമ്പോൾ ആ ആന്റി എങ്ങനെയാണെന്നറിയോ, ഇങ്ങനെ ആ മുഖത്തിന്റെ ഷേപ്പല്ല, വായിരിക്കുന്ന എങ്ങനെ എക്സ്പ്രഷൻ. ഞാൻ ഇവരിങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ വേറെ എല്ലായിടത്തോട്ട് നോക്കും, എന്തിനാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം ഇവരെ ചിരിച്ചു കാണിച്ചു. ഇങ്ങനെ തന്നെ എന്താ പറയുക മുഖം വെച്ചേക്കുന്നത്. അവരുടെ റെസ്റ്റിംഗ് ഫേസ് അതായിരിക്കും. എൻ്റെ റെസ്റ്റിംഗ് ഫേസും കാണാൻ അത്ര അതൊന്നുമില്ല. അവർ നടക്കാൻ പോകുന്നതിൻ്റെ മോന്തക്കത്തെ ഭംഗി ഞാൻ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇതുകൊണ്ടൊക്കെ ഗുണം ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഞാൻ ഡിസിപ്ലിൻ ആവും. ഇതൊന്നും കൊണ്ടൊന്നും ഗുണം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഡിസിപ്ലിൻ ആവും. എനിക്കൊരു നല്ല ഡിസിപ്ലിൻ കിട്ടും ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഇത് മസാജ് ചെയ്തു അത്യാവശ്യം ഇതൊക്കെ ഒന്ന് ഉണങ്ങി. നമുക്കിത് കെട്ടിവെക്കാം. മുടി അങ്ങനെ പിന്നെ കെട്ടുന്ന ആളല്ല ഞാൻ. കാരണം പിന്നെ കെട്ടി എനിക്ക് വിഷമാവൂടോ. ഉള്ളില്ലാത്ത മുടിയോ ഇച്ചിരിയോ ഉള്ളൂ എന്ന് കാണുമ്പോൾ എനിക്ക് വിഷമാവും. അതുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങാറ്. ചിലപ്പോൾ കെട്ടി വെക്കാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കെട്ട് കാണാറുമില്ല. സമയം അതിക്രമിക്കുന്നു. നമുക്ക് ഇനി ഡയറി എഴുതണം. നാളെ ശനിയാഴ്ച, നാളത്തെ ഡേ കുറച്ചൊന്ന് പ്ലാൻ ചെയ്ത് വെക്കണം. കിടന്നുറങ്ങണം. അപ്പോൾ ഇന്ന് എൻ്റെ വർക്കൗട്ട് നടന്നു, സ്കിൻ കെയർ നടന്നു, ജോലി വല്ലാത്ത രീതിയിൽ നടന്നു. പിന്നെന്താ നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാൻ പോകുന്നു. ഇതെല്ലാം കണ്ട് ഈ വീഡിയോ ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്തു നിങ്ങൾ ആലോചിക്കുന്നില്ല, എന്നാൽ ഞാൻ ആലോചിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പം എഡിറ്റിങ്ങും ഒക്കെ എനിക്ക് ചെയ്യാൻ എൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, എനിക്ക് ഏതൊരു റീല് കാണുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരണം, ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ഇങ്ങനെ എടുക്കണം എന്നുള്ളതറിയാം. പക്ഷെ അത് ചെയ്യാൻ എനിക്കറിയത്തില്ല. അതിനെന്താ പറയുക, ഡയറക്ഷൻ എന്നാണോ എനിക്കറിയില്ല. ചില സാധനങ്ങൾ എനിക്കറിയാം, ഇത് ഇങ്ങനെ വന്നാൽ അതിൻ്റെ ഔട്ട് നന്നായിരിക്കും, പക്ഷെ അത് ചെയ്യാൻ എനിക്കറിയത്തില്ല. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നില്ലേ, അതെല്ലാം കൂടെ എൻ്റെ ഈ ഫോണിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, മേക്ക് ഇറ്റ് ഇൻ ടു എ മൂവി എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ അടുപ്പിച്ച് ഇങ്ങനെ അങ്ങ് മെർജ് ചെയ്ത്, ഇനി കട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലോ, എല്ലാം കൂടെ അടുപ്പിച്ച് ഇതാക്കും. അത് ഇതാവുന്നതോടെ വരെ ഞാനിപ്പോൾ പോയിരുന്ന ഡയറി എഴുതും. എന്നിട്ട് വൈഫൈ ഓൺ ആക്കിയിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ട് കയറി കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് അത് പോയി ഇല്ല. ഓക്കെ, ബൈ ദ ബൈ ഗുഡ് നൈറ്റ്. അപ്പം ഞാൻ മൃദുല, ലെറ്റ് മീ ടോക്ക്, ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. ഡയറി എഴുതുന്നു, കിടക്കുന്നു, നാളെ കാണുന്നു. ബൈ.